ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മാജിക് ടച്ച് ഇന്റീരിയേഴ്സ്. പുതുതായി ഞങ്ങൾ എറണാകുളത്ത് ചെയ്ത ഒരു വില്ലയുടെ വിശേഷങ്ങളിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഞാൻ സോണി, ഇന്റീരിയർ ഡിസൈനർ ആൻഡ് കൺസൾട്ടന്റ്. ഈ വില്ലയിലേക്ക് കയറുമ്പോൾ ആദ്യം തന്നെ നമ്മൾ കാണുന്നത് ഓപ്പൺ ആയിട്ടുള്ള ഒരു ചെറിയ സെറ്റ് ഔട്ട് ആണ്. അവിടെ രണ്ട് സൈഡിലും നമ്മൾ സീറ്റിംഗ് അറേഞ്ച്മെന്റ് നൽകിയിട്ടുണ്ട്. അതുപോലെ വെളിയിലേക്ക് നോക്കുകയാണെങ്കിൽ കാർ പോർച്ചും സെറ്റ് ഔട്ടും എല്ലാം പർഗോള ഡിസൈനിൽ ഓപ്പൺ ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വില്ലയുടെ അകത്തെ വിശേഷങ്ങളിലേക്ക് പോകാം. മെയിൻ ഡോർ കയറി കഴിഞ്ഞാൽ നമ്മൾ എത്തുന്നത് ഫയർ ഏരിയയിലേക്കാണ്. നമ്മൾ സാധാരണ കാണുന്ന ഫയർ ഏരിയയിൽ നിന്ന് വ്യത്യസ്തമായാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഡോറിന് ബാക്ക് സൈഡിൽ തന്നെയായിട്ട് ഒരു ചെറിയ ഷൂ റാക്ക് പ്ലസ് സീറ്റിംഗ് ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഈ റൂമിന്റെ, അതായത് ഈ വീടിന്റെ മൊത്തം തീമിന് ചേരുന്ന രീതിയിൽ തന്നെയുള്ള പ്ലൈവുഡിൽ നമ്മൾ ലാമിനേറ്റ് ചെയ്താണ് ലോവേഴ്സ് പോലെ കൊടുത്തിരിക്കുന്നത്. ഒരു ഫുൾ സൈസ് മിററും കൊടുത്തിട്ടുണ്ട്, ഒരു ചെറിയ ലെഡ്ജ്, അതുപോലെ തന്നെ നല്ലൊരു ലൈറ്റിങ്ങും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഈ റൂമിന്റെ ലിവിംഗ് റൂമിലേക്കാണ് പ്രവേശിക്കുന്നത്. ഒരു ചെറിയ സ്റ്റെപ്പ് കയറിയാണ് നമ്മുടെ ലിവിംഗ് റൂമിലേക്ക് പ്രവേശിക്കുന്നത്. ഈ ലിവിംഗ് റൂമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സീലിംഗിൽ ജിപ്സം വർക്കുകളോ ഒന്നുമില്ല. പക്ഷേ ഈ റൂമിന്റെ ബീം, അതുപോലെ തന്നെ അതിന് ചേരുന്ന രീതിയിൽ തന്നെ ഭിത്തിയിൽ നമ്മൾ കുഞ്ഞു കുഞ്ഞു സ്പോട്ട് ലൈറ്റുകൾ കൊടുത്തിരിക്കുകയാണ്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ തന്നെ ഒരു ടി വി ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഒത്തിരി വലിയ ടി വി യൂണിറ്റ് ഒന്നുമല്ല, ജസ്റ്റ് ടി വി നമ്മുടെ ഫ്രണ്ടിൽ കണ്ടതുപോലെ തന്നെ അതിനൊരു കണ്ടിന്യൂറ്റി കിട്ടുന്ന രീതിയിൽ തന്നെ ലെഡ്ജസ്, പിന്നെ ചെറിയൊരു ബോക്സ്, അങ്ങനെയാണ് നമ്മൾ ടി വി ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ വയറൊന്നും എക്സ്പോസ് ആകാതെ ഇതിനടി ഭിത്തിയുടെ അകത്തുകൂടി തന്നെയാണ് നമ്മൾ വയറിംഗ് എല്ലാം കൊടുത്തിരിക്കുന്നത്. റൈറ്റ് സൈഡിലാണ് സീറ്റിംഗ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത് സ്ട്രെയിറ്റ് ലൈനിലുള്ള സോഫയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു നല്ല സെൻറ്റർ ടേബിൾ കൊടുത്തിട്ടുണ്ട്. ലിവിംഗ് റൂം, ഡൈനിങ് റൂം ഇതെല്ലാം ഒരു ഐവറി ബ്രൗണിഷ് കളർ കോമ്പിനേഷനാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ലിവിംഗ് റൂമിൽ നിന്ന് നേരെ നോക്കുമ്പോൾ കാണുന്നതാണ് ഡൈനിങ് ടേബിൾ, ചെയർ ഇതെല്ലാം. ഇത് നോക്കുകയാണെങ്കിൽ ഡൈനിങ് ടേബിൾ ടീവുഡിലാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ മേലിൽ നാനോ വെയിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി ചെയറിലേക്ക് നോക്കുകയാണെങ്കിൽ ചെയർ ഫുൾ കവർ ചെയ്താണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതും ഇതിനും ചേരുന്ന പാറ്റേണിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി സൈഡിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഡ്രോയേഴ്സ് എന്ന രീതിയിൽ സൈഡ് ടേബിളുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ ഓപ്പൺ ടീവ്, അതാണ് ഇവിടെ നമ്മൾ ഫോളോ ചെയ്തിരിക്കുന്നത്. എന്നാൽ നമ്മൾ ലിവിംഗ് റൂമിൽ നിൽക്കുന്ന ഒരാൾക്ക് കിച്ചണിൽ നിൽക്കുന്ന ഒരാളോട് സംസാരിക്കാനുള്ള ഒരു ഏരിയ, അതായത് ഫുള്ളി ഓപ്പൺ അല്ല, എന്നാൽ ഒരു ചെറിയ ഏരിയ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ഇവിടെ നിന്ന് ഒരാൾക്ക് ലിവിംഗ് റൂമിലേക്ക് സംസാരിക്കണമെങ്കിൽ അതും പറ്റും. അതായത് നമ്മൾ കിച്ചണിൽ നിന്ന് പണിയുമ്പോൾ, കിച്ചണാണ് ഇതിനകത്ത് കാണുന്നത്, അതിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. കിച്ചണിൽ നിന്ന് എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്ക് ലിവിംഗ് റൂമിലുള്ള ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഈ ഒരു ഏരിയ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നടക്കുകയാണ് എങ്കിൽ നമുക്ക് ആ ഏരിയ ബ്ലൈൻഡ്സ് വെച്ച് നമ്മൾ ക്ലോസ് ചെയ്യാനുള്ള പ്രൊവിഷനും കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് റൂമിന്റെ ഒരു സൈഡിൽ തന്നെയാണ് നമ്മൾ ചെറിയൊരു പ്രെയർ ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കിച്ചണിലേക്ക് നേരത്തെ പറഞ്ഞിരുന്നു, എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നമ്മൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇവിടെ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ കിച്ചൺ നമുക്ക് ബ്ലൈൻഡ്സ് കൊണ്ട് ക്ലോസ് ചെയ്യാന്ന്. അതുപോലെ തന്നെ ഈ ഒരു ഏരിയയും നമുക്ക് ക്ലോസ് ചെയ്യാനായിട്ട് ഇവിടെ ബ്ലാക്ക് ഔട്ട് കർട്ടൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി എല്ലാ വീടുകളിലും നമ്മൾ കിച്ചണിൽ ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളൊക്കെ കാണാം. ഇവിടെ കിച്ചണിലല്ല നമ്മളത് സെറ്റ് ചെയ്തിരിക്കുന്നത്. സാധാരണ ഡൈനിങ് ടേബിളിലിരുന്ന് എല്ലായിരിക്കും 2-3 പേരാണ് ഒരു വീട്ടിലുള്ളത്. അപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് ചെറിയൊരു ഏരിയ നമ്മൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതും നമ്മൾ നാനോ വൈറ്റ് ടോപ്പ് ടീവുഡിൻ്റെ ഒരു ബെഞ്ചും ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ കിച്ചണിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. അതിനു മുമ്പ് ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഈ സൈഡിൽ തന്നെ നമ്മളൊരു വർക്കൗട്ടിനുള്ളൊരു സ്പേസും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനടുത്ത് തന്നെ ചെറിയൊരു ലെഡ്ജ് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ വെള്ളമോ എന്തെങ്കിലും വെക്കണമെങ്കിൽ അതിനു വേണ്ടി അങ്ങനെ ഒരു സ്പേസും ആ വർക്കൗട്ട് ഏരിയയുടെ സൈഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇത്രയും നേരം നമ്മൾ കണ്ട ലിവിംഗ് ഡൈനിങ് റൂം തീം
അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കളർ കോമ്പിനേഷനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. എന്നാലും ആ ഒരു പാറ്റേൺ അതിന് ചേരുന്ന കോമ്പിനേഷൻ തന്നെയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതായത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കണ്ട ബേജ് കളർ തന്നെയാണ് നമ്മൾ മേളത്തെ ക്യാബിനറ്റുകൾക്ക് കൊടുത്തിരിക്കുന്നത്. താഴെ കാണുന്ന കളറ് അത് ഒരു ലൈറ്റ് ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത്. ആക്ച്വലി ഇവിടെ ഒരു വർക്കിംഗ് കിച്ചൺ ഉള്ളത് കാരണം ഇതൊരു ഷോ കിച്ചൺ എന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ലൈറ്റ് ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത്. ഒറ്റ ബാക്കി പറയുകയാണെങ്കിൽ ക്യൂട്ട് എന്ന് നമ്മൾ പറയാം. അതായത് ഈ കിച്ചണിലേക്ക് കാണുമ്പോൾ ഒത്തിരി കളറിന്റെ ബഹളങ്ങളോ ഒന്നുമില്ല, എന്നാൽ ആവശ്യങ്ങളെല്ലാം ഈ കിച്ചണിലുണ്ട്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഹുഡ് ആൻഡ് ഹോബ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനടിയിൽ തന്നെയാണ് കട്ട്ലറി ട്രേ. ഇനി അതിനിടയിൽ ഒരു പ്ലെയിൻ ടാൻഡം ബോക്സ്, ഇതിനിടയിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് പ്ലേറ്റ് റാക്ക് ആണ്. ഇനി അതിന്റെ സൈഡിൽ തന്നെയായിട്ട് ഒരു പുൾ ഔട്ട് ട്രേ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഒരു സിങ്ക് ആണ്, സിംഗിൾ ബൗൾ സിങ്ക് ആണ്. അവിടെ തന്നെ അതിന് മുകളിൽ തന്നെയായിട്ട് GTPT അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഈ കോർണറിൽ ഈ സൈഡിലായിട്ട് ഓപ്പൺ സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ വെന്റിലേഷൻ കുറവ് വേണ്ട എന്ന രീതിയിൽ തന്നെ ഒരു ക്രോസ് വെന്റിലേഷൻ എന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ കിച്ചണിൽ ഒരു ഓപ്പൺ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡിലാണ് വിൻഡോസ് ഉള്ളത്. ഇനി ഇതിനടിയിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനടിയിൽ തന്നെയാണ് നമ്മൾ നമ്മുടെ അക്വാഗാർഡ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ടാപ്പാണ് ഇങ്ങോട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാലോ, നമ്മൾ അടിയിൽ അതായത് കൺസീൽഡ് ആയിട്ട് അക്വാഗാർഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, വാട്ടർ പ്യൂരിഫയർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എടുക്കാനുള്ള വെള്ളത്തിൻ്റെ ടാപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ സൈഡിലായിട്ട് അത് ടാൻഡം ബോക്സുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ എല്ലാ കിച്ചണിലും സാധാരണയായി ചെയ്യുമ്പോഴത്തേനും ടോൾ യൂണിറ്റ്, അതായത് പാൻട്രി യൂണിറ്റ് സെറ്റ് ചെയ്യാറുണ്ട്. ഇവിടെ അതുപോലെ ഒരു പാൻട്രി ഏരിയ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവിടെ നമ്മൾ റാക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. കാരണം ആ റാക്കിലാകുമ്പോൾ നമുക്ക് പല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിലാണ് അവിടെ നമ്മൾ പാർട്ടീഷൻസ് കൊടുത്തിരിക്കുന്നത്. സൈഡിൽ തന്നെ ഈ ഫ്രിഡ്ജുമുണ്ട്. ഈ ഒരു കിച്ചണിന്റെ വിശേഷങ്ങൾ നമ്മൾ കണ്ടല്ലോ. ഇതിന് തൊട്ടടുത്താണ് നമ്മുടെ വർക്കിംഗ് കിച്ചൺ. അവിടെയാണ് നമ്മൾ കിച്ചണിലെ വർക്കുകളെല്ലാം കൂടുതലായിട്ട് നടക്കുന്നത്. ഇതാണ് നമ്മുടെ വർക്കിംഗ് കിച്ചൺ. ഇവിടെ ഈ ഒരു സൈഡിലായിട്ട് കുക്കിംഗ് നടക്കുന്നത്. അതിനടുത്ത് തന്നെ നമ്മൾ ഒരു ഡ്രോയേഴ്സ്, അതായത് കെയിൻ ഡോർ ആണ് അതിന് കൊടുത്തിരിക്കുന്നത്. ഇത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഇതെല്ലാം കീപ്പ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഡ്രോയേഴ്സ് കൊടുത്തിരിക്കുന്നത്. അടിയിലും മുകളിലുമായിട്ട് നമ്മൾ സ്റ്റോറേജ് സ്പേസുകളുണ്ട്. ഇപ്പം നമ്മൾ മെയിൻ ഏരിയയിൽ ലിവിംഗ് ഡൈനിങ് റൂം അവിടെ നിന്ന് കണ്ട ഒരു തീം തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിന് ഓപ്പോസിറ്റ് സൈഡിൽ, അതായത് സിങ്ക്, വർക്കിംഗ് കിച്ചൺ, ഇതിന് ഓപ്പോസിറ്റ് സൈഡിൽ തന്നെയായിട്ടാണ് നമ്മൾ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞോ എന്തെങ്കിലും പാത്രം കഴുകി കഴിഞ്ഞാലോ എടുത്ത് വെക്കാനായിട്ട്. അതിനടുത്ത് തന്നെയാണ് വാഷിംഗ് മെഷീൻ. പിന്നെ ഇവിടെ സ്റ്റോറേജിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. നമ്മൾ ടോപ്പ് ടു ബോട്ടം വരെ ഒരു ഫുൾ സ്റ്റോറേജ് സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഈ ചെറിയ വർക്കിംഗ് കിച്ചന്റെ വിശേഷങ്ങൾ. ഈ വില്ലയുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണുള്ളത്, മാസ്റ്റർ ബെഡ്റൂം. അതിന്റെ വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. നമുക്ക് ആ വിശേഷങ്ങളിലേക്ക് പോകാം. സ്റ്റോറേജിന് പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു ബെഡ്റൂമാണിത്. ഇവിടെയും നമ്മൾ ലിവിംഗ് ഡൈനിങ് റൂമിൽ കണ്ട ആ കളർ കോമ്പിനേഷൻ തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെ സീലിംഗിൽ നിന്ന് ഫ്ലോർ വരെ ഉള്ള രീതിയിൽ ഫുൾ ടൈപ്പ് ഓഫ് വാർഡ്രോബാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. എവിടെയും സാധാരണ കാണുന്നതിൽ വാർഡ്രോബിൽ നിന്നുള്ള ഒരു വ്യത്യസ്തമായ വാർഡ്രോബാണിത്. അതായത് ഇതിന്റെ താഴെ ഫുള്ളായിട്ട് ഡ്രോയേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഡ്രോയേഴ്സ് എന്തിനാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് നമ്മൾ ജോലിക്കാരൊക്കെ ആണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ എപ്പോഴും ഡ്രോയേഴ്സ് ആണ് സൗകര്യം. ഇനി കോട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ കാണുന്നത് പോലെയുള്ള ഒരു അറേഞ്ച്മെന്റ് അല്ല ഇവിടെ ചെയ്തിരിക്കുന്നത്. ഹൈറ്റ് കുറഞ്ഞ ഹെഡ് റെസ്റ്റ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതിന് രണ്ട് സൈഡിലും രണ്ട് സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. അത് തന്നെയാണെങ്കിലും അവിടെയും നമ്മൾ ഡ്രോയേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിന് മുകളിലായിട്ട് ഒരു ചെറിയ ലെഡ്ജ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് മൊബൈലോ എന്തെങ്കിലും ചാർജ് ചെയ്യാനായിട്ട് വേണമെങ്കിൽ ഇരുന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞ് വെക്കാനായിട്ടും അങ്ങനെ എല്ലാമായിട്ടും ഒരു ചെറിയ ലെഡ്ജ് ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കർട്ടന്റെ വിശേഷങ്ങളാണ് നോക്കുന്നത്. കർട്ടനിലേക്ക് നോക്കുക. ഒരു ലേസ് പാറ്റേണും ഒരു ബോർഡറും കൊടുത്ത രീതിയിലാണ് നമ്മൾ കർട്ടൻ കൊടുത്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട വാർഡ്രോബിലൊന്നും നമ്മൾ മിറർ സെറ്റ് ചെയ്തിട്ടില്ല. ഈ ഒരു സൈഡിലായിട്ട്, അതായത് ഫുൾ സൈസ് മിററാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ടോയ്ലറ്റ് ഉണ്ട്. അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി വരുമ്പോൾ നമുക്ക് നേരെ കാണുന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ ഫ്രണ്ടിലായാലും നമുക്ക് ഫ്രണ്ടിലും ഒരു ട്രാഫിക് ഇല്ല. അപ്പൊ നമുക്ക് ഇങ്ങനൊരു വാളിൽ തന്നെ ഒരു മിറർ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റി.
സാധാരണ മാസ്റ്റർ ബെഡ്റൂമുകളെ പോലെ തന്നെ ഈ ഒരു ബെഡ്റൂമിനും ഒരു ഡ്രസ്സിംഗ് ഏരിയ ഉണ്ട്. എന്നാൽ നമ്മൾ ഡ്രസ്സിംഗ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് വേറൊരു തീമിലാണ്. ഇവിടെ ഒരു വാഷ് ബേസിൻ, മിറർ, സ്റ്റോറേജ്, ആ ഒരു രീതിയിലാണ് ഈ ഡ്രസ്സിംഗ് ഏരിയ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ സാധാരണ എല്ലാ ഡ്രസ്സിംഗ് റൂമിലും കാണുന്നതാണ് ഒരു ബാസ്ക്കറ്റ്, നമ്മുടെ മുഷിഞ്ഞ ഡ്രസ്സുകളൊക്കെ ഇടാൻ. അങ്ങനെ ഒരു ബാസ്ക്കറ്റ് ഇവിടെ ഇല്ല. പകരം നമ്മൾ ഈ ഒരു യൂണിറ്റിന്റെ അടിയിൽ തന്നെ 2 ഡ്രോയേഴ്സ് കൊടുത്തിരിക്കുന്നതാണ്. എയർ വെന്റിലേഷന് വേണ്ടി നമ്മൾ കെയിൻ ഡോറുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ മുഷിഞ്ഞ ഡ്രസ്സുകളെല്ലാം നമ്മൾ കീപ്പ് ചെയ്യുന്നത്. ഇനി ഇതിനടുത്ത് തന്നെയാണ് നമ്മുടെ ടോയ്ലറ്റും. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം.